മാർച്ച് മാസം പരീക്ഷയൊക്കെ കഴിഞ്ഞ് നമ്മൾ അവധിക്കാലത്തിലേക്ക് കടന്നു. ഏപ്രിൽ മാസം ഒരു മാസം അടിപൊളിയായിട്ട് നിങ്ങൾ എൻജോയ് ചെയ്ത് നമ്മുടെ ഒരു മാസത്തെ അവധിക്കാലം എത്രയും പെട്ടെന്ന് കഴിഞ്ഞു പോയതായി നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. അപ്പോൾ എൻ്റെ മക്കൾ മനസ്സിലാക്കേണ്ടത് എന്തെല്ലാം നിങ്ങൾ ഈ അവധിക്കാലം പഠനവുമായി ഉപയോഗിച്ചു എന്നുള്ളതാണ്. ഒരു മാസം കഴിഞ്ഞു, ഏതെങ്കിലും വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇനി പഠിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ, എത്രത്തോളം പഠിച്ചു എന്നുള്ളതൊക്കെ എൻ്റെ മക്കൾ സ്വയം വിലയിരുത്തേണ്ടതാണ്. നമ്മൾ വിലയിരുത്തുമ്പോൾ ഇനി നമ്മുടെ മുന്നിൽ ഏപ്രിൽ മാസവും കഴിഞ്ഞ് മെയ് മാസത്തിലേക്ക് കഴിഞ്ഞു. ഇനി നമുക്ക് ഏകദേശം വെക്കേഷൻ 30 ദിവസത്തോളം മാത്രം ബാക്കി നമ്മുടെ മുന്നിലുള്ളൂ. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ പുതിയ അധ്യയന വർഷം നമുക്ക് തുടങ്ങും. ഈ അധ്യയന വർഷം തുടങ്ങും മുമ്പ് തന്നെ നമ്മൾ എന്തെല്ലാം തയ്യാറാവണം ഇനി വരുന്ന വർഷത്തിലേക്ക് എന്നുള്ളത് നാം ഓരോരുത്തരും സ്വന്തമായി ചിന്തിച്ചുകൊണ്ട് ഈ ഒരു മാസമെങ്കിലും അടിപൊളിയായിട്ട് നിങ്ങൾ പഠനത്തിന് വേണ്ടി മാറ്റിവെക്കണം. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ എന്തെല്ലാം ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അടിപൊളിയായിട്ട് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചിരിക്കണം. നിങ്ങൾ യൂട്യൂബിലൊക്കെ ഓൾറെഡി ലൈവുകളൊക്കെ കണ്ടിട്ടുണ്ടാകും. അത് മാത്രം പോരാ, വളരെ ഡീപ്പായിട്ട് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. ഈ അധ്യയന വർഷം നിങ്ങൾ ആദ്യമായിട്ടാണ് ഹിന്ദി പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഹിന്ദി പഠിക്കാൻ ഒരു പുതിയ ഭാഷയാണ്. അതേപോലെ ഓപ്ഷണലായിട്ട് സെക്കൻഡ് ലാംഗ്വേജുകൾ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടാകും. ഇതൊക്കെ നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാകുമ്പോഴും ഹിന്ദി എന്നുള്ള ഭാഷയ്ക്ക് പ്രാധാന്യം നിങ്ങൾ കൊടുക്കണം. നിങ്ങൾ ആദ്യം മുതൽ തന്നെ വളരെ സിമ്പിളായിട്ട് നിങ്ങൾ മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് ഇനി അങ്ങോട്ടുള്ള ഹിന്ദി ഭാഷ വളരെയധികം എളുപ്പമായിരിക്കും. അതിന് നിങ്ങളെ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് സൈലത്തിൻ്റെ പൃഥ്വി ബാച്ച് വരുന്നുണ്ട്. ഈ പൃഥ്വി ബാച്ചിലൂടെ നമുക്ക് ബേസിക് ആയിട്ട് ഹിന്ദിയുടെ എല്ലാ കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ വരുന്നുണ്ട്. അപ്പോൾ നല്ല സെറ്റായിട്ട് നമുക്കത് പഠിക്കണം. അപ്പോൾ എന്താണ് സാറേ പൃഥ്വി ബാച്ചിൻ്റെ പ്രത്യേകത എന്ന് നിങ്ങളുടെ മനസ്സിലുണ്ടാകും. പൃഥ്വി ബാച്ചിൽ നമുക്ക് ലൈവായിട്ട് നല്ല അടിപൊളിയായിട്ട് ക്ലാസ്സുകൾ ഉണ്ടാകും. ഇനി എന്തെങ്കിലും കാരണവശാൽ നിങ്ങൾക്ക് ലൈവ് ക്ലാസ് കാണാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അതിൻ്റെ റെക്കോർഡഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് നമ്മുടെ പൃഥ്വി ബാച്ചിൽ അവൈലബിൾ ആണ്. അതോടൊപ്പം നമുക്ക് ഓരോ ചാപ്റ്റർ കഴിഞ്ഞ് കഴിഞ്ഞാലും നമുക്ക് ചാപ്റ്റർ വൈസ് അല്ലെങ്കിൽ യൂണിറ്റ് ആയിട്ട് നിങ്ങൾക്ക് യൂണിറ്റ് വൈസ് എക്സാം നിങ്ങൾക്ക് കണ്ടക്ട് ചെയ്യും. അപ്പോൾ നിങ്ങൾ അടിപൊളിയായിട്ട് രാവിലെ എക്സാം എഴുതുന്നു, അതിൻ്റെ ഈവനിങ് ആയിട്ട് നിങ്ങൾക്ക് അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനും കൂടി നമ്മുടെ പൃഥ്വി ബാച്ചിൽ അവൈലബിൾ ആയിട്ട് വരുന്നു. അതോടുകൂടി നിങ്ങൾ എഴുതിയതിൽ എന്തെങ്കിലും പ്രയാസം നിങ്ങൾക്കുണ്ടെങ്കിൽ, ഏതെങ്കിലും ചോദ്യം ആക്ടിവിറ്റിക്ക് നിങ്ങൾക്ക് ഉത്തരം എഴുതാൻ കഴിയാത്തതായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ചെയ്യുന്നതോടുകൂടി അടിപൊളിയായിട്ട് ആ പ്രവർത്തനം നിങ്ങൾ ചെയ്ത് ആ ഒരു ചോദ്യത്തിന് ആൻസർ ചെയ്യാൻ പ്രാപ്തരായി മാറുകയും ചെയ്യുന്നു. അതോടൊപ്പം തന്നെ കേരളത്തിലെ നമ്പർ 1 ഫാക്കൽറ്റീസ് ആണ് നിങ്ങൾക്ക് പൃഥ്വി ബാച്ചിലൂടെ ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട് വരുന്നത്. നിങ്ങൾ ഇതുവരെ നമ്മുടെ യൂട്യൂബ് ലൈവിലൊക്കെ കണ്ട നിങ്ങളുടെ പ്രിയപ്പെട്ട അധ്യാപകരൊക്കെ ഉണ്ടാകും. അത് അടിപൊളിയായിട്ട് നിങ്ങൾക്ക് അവരോടൊപ്പം നമ്മുടെ പൃഥ്വി ബാച്ചിൽ ക്ലാസ്സുകൾ കണ്ടക്ട് ചെയ്ത് പഠിക്കാൻ വേണ്ടി സാധിക്കും. അതേപോലെ അനേകം ഫീച്ചേഴ്സാണ് നമ്മുടെ ഈ ഒരു പൃഥ്വി ബാച്ചിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ അത് നിങ്ങൾക്ക് ഒട്ടും മിസ്സാക്കാതെ തന്നെ കിട്ടാൻ വേണ്ടിയിട്ട് എൻ്റെ മക്കൾ താഴെ കാണുന്ന ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് നിങ്ങളുടെ പൃഥ്വി ബാച്ചിൽ അഡ്മിഷൻ ഇന്ന് തന്നെ ഉറപ്പുവരുത്തുക. നമുക്ക് പൃഥ്വി ബാച്ചിൽ കാണാം. നല്ല അടിപൊളിയായിട്ട് ബേസിക് ആയിട്ടും തുടർന്ന് അങ്ങോട്ടുള്ള ചാപ്റ്റേഴ്സും നമുക്ക് പഠിക്കാം. ബൈ.